NDTV-യിൽ വന്ന അമിതാഭ് തിവാരിയുടെ ഒരു ലേഖനം അതിന്റെ തലക്കെട്ടിൽ ഉയർത്തുന്ന ഒരു ചോദ്യം വളരെ പ്രസക്തമാണ്. ഇന്ത്യയിലെ നികുതി ഭാരം തെറ്റായ ചുമലിലാണോ വീഴുന്നത്? ഇന്ത്യയുടെ നട്ടെല്ലെന്നറിയപ്പെടുന്ന മധ്യവർഗത്തെ ഒരു കറോ പശു പോലെയാണോ നമ്മുടെ സർക്കാരുകൾ നോക്കിക്കാണുന്നത്? അതെ എന്ന് തന്നെയാണ് കണക്കുകൾ പറയുന്നത്. ലേഖനത്തിന്റെ വിശദാംശങ്ങളിലേക്ക് നമുക്ക് കടക്കാം. ലേഖനം ചൂണ്ടിക്കാട്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതാണ്: കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് കോർപ്പറേറ്റ് കമ്പനികൾ നൽകുന്നതിനേക്കാൾ കൂടുതൽ ആദായ നികുതിയാണ് ഇവിടുത്തെ മധ്യവർഗം നൽകുന്നത്. 2010 കോർപ്പറേറ്റ് നികുതി വരുമാനം വ്യക്തിഗത നികുതിയേക്കാൾ കൂടുതലായിരുന്നു. എന്നാൽ ഇപ്പോൾ അവസ്ഥ മാറി. കോർപ്പറേറ്റ് നികുതിയേക്കാൾ 18% വ്യക്തിഗത നികുതി സർക്കാർ പ്രതീക്ഷിക്കുന്നുണ്ട്. അതായത് 2019 വലിയ ലാഭമുണ്ടാക്കുന്ന കമ്പനികൾക്ക് നികുതി ഇളവ് നൽകിയപ്പോൾ സാധാരണക്കാരന്റെ നികുതി സ്ലാബിൽ ഒരു മാറ്റവും ഉണ്ടായിട്ടില്ല. 30% എന്ന ഉയർന്ന നികുതി നിരക്ക് ഇപ്പോൾ സാധാരണ വരുമാനമുള്ള ഒരു കുടുംബത്തിൽ നിന്ന് തന്നെ തുടങ്ങുന്നുണ്ട്. ഇത് മധ്യവർഗത്തെ ശരിക്കും ശ്വാസം മുട്ടുകയും ചെയ്യുന്നു. നമ്മൾ നേരിട്ട് നൽകുന്ന നികുതി മാത്രമല്ല, രാവിലെ നമ്മൾ എഴുന്നേറ്റ് പല്ല് തേക്കാൻ ഉപയോഗിക്കുന്ന പേസ്റ്റ് മുതൽ ഇൻഷുറൻസ് വരെയുള്ള GST നമ്മൾ നൽകുന്നുണ്ട്. ഇതൊരു വലിയ ബാധ്യത തന്നെയാണ്. ലേഖനത്തിലെ മറ്റൊരു പ്രധാന വീക്ഷണം ഇതാണ്: കമ്പനികൾ സാധനം വാങ്ങുമ്പോൾ ഇൻപുട്ട് ടാക്സ്, ക്രെഡിറ്റ് എന്നിവയിലൂടെ ആ പണം അവർക്ക് തിരിച്ചു ലഭിക്കുന്നുണ്ട്. എന്നാൽ ഒരു മിഡിൽ ക്ലാസ് മനുഷ്യൻ ഒരു സാധനം വാങ്ങുമ്പോൾ ആ സാധനത്തിന്റെ നികുതി മൊത്തം അവന്റെ കയ്യിൽ നിന്ന് നൽകുക തന്നെ വേണം. നഗരങ്ങളിൽ താമസിക്കുന്ന മധ്യവർഗക്കാരാണ് ഇന്ത്യയിലെ നികുതിയുടെ സിംഹഭാഗവും നൽകുന്നത്. ഇപ്പോൾ സമ്പാദ്യം കുറയുകയും ചെലവ് കൂടുകയും ചെയ്യുന്ന അവസ്ഥയിലേക്ക് അവർ എത്തിപ്പെട്ടിരിക്കുന്നു. ഇത് വ്യക്തമാക്കാൻ ലേഖനം 3 ഉദാഹരണങ്ങൾ നൽകുന്നുണ്ട്. 10 ലക്ഷം വരുമാനമുള്ളയാൾ ഏകദേശം 16% നികുതി നൽകണം. 20 ലക്ഷം വരുമാനമാണുള്ളെങ്കിൽ 25% നികുതി നൽകണം. 1 കോടിയാണ് വരുമാനമെങ്കിൽ 40% ഒരു സാധാരണക്കാരൻ നികുതി നൽകേണ്ടത്. ഇവിടെ ഗൗരവകരമായ മറ്റൊരു കാര്യം എന്തെന്നാൽ, കോർപ്പറേറ്റുകൾക്ക് അവരുടെ ബിസിനസ് ചിലവിന് ചെലവായ കാശ് വരുമാനത്തിൽ നിന്ന് മാറ്റിവെക്കാൻ അനുവാദമുണ്ട്. അത് മാറ്റിയതിനു ശേഷമുള്ള ലാഭത്തിൽ നിന്ന് മാത്രം നികുതി അടച്ചാൽ മതി. എന്നാൽ ഒരു ശമ്പളക്കാരന് അയാളുടെ കുട്ടിയുടെ ചിലവിനുള്ള കാശ് മാറ്റിവെച്ചിട്ട് നികുതി അടയ്ക്കാനുള്ള യാതൊരു വകുപ്പും നമ്മുടെ രാജ്യത്തില്ല. ചുരുക്കി പറഞ്ഞാൽ, കോർപ്പറേറ്റ്സ് ചിലവഴിച്ചതിന് ശേഷം ബാക്കിയുള്ളത് നികുതിയായി നൽകുന്നു. ഒരു സാധാരണക്കാരൻ നികുതി അടച്ചതിന് ശേഷമുള്ളത് ചിലവാക്കുന്നു. ലേഖനം അവസാനിക്കുന്നത് സർക്കാരിന് ഒരു കാര്യം ഓർമ്മപ്പെടുത്തിക്കൊണ്ടാണ്: സാമൂഹിക സുരക്ഷാ പരിരക്ഷയോ സാമൂഹിക ആരോഗ്യ പരിരക്ഷയോ ഒന്നും ലഭിക്കാത്തവരാണ് ഇന്ത്യയിലെ മധ്യവർഗക്കാർ. എന്നാൽ അടിസ്ഥാന വികസനത്തിന് ഇവരിൽ നിന്നാണ് സിംഹഭാഗം നികുതിയും സർക്കാരിന് ലഭിക്കുന്നതും. നികുതി നൽകുക എന്നത് ഒരു പൗരന്റെ കടമയാണ്, അതിൽ യാതൊരു സംശയവുമില്ല. പക്ഷേ അത് നീതിയുക്തമായിരിക്കണം. സർക്കാരുകൾ തന്നെ കിങ് മേക്കർ എന്ന് വിളിക്കുന്ന മധ്യവർഗത്തിന് നികുതി ഇളവുകൾ നൽകേണ്ട സമയം അതിക്രമിച്ചു കഴിഞ്ഞു എന്ന് തന്നെ നമ്മൾ പറയണം.